യഥാർത്ഥത്തിൽ ആ പൂച്ചട്ടി മേഖലയിൽ നിന്നായിരിക്കണം ഈ കാറ്റിങ്ങോട്ട് കടന്നു വന്നത്. യഥാർത്ഥത്തിൽ ചുഴലിയാണ്. നേരത്തെ നമ്മൾ കണ്ട ഭാരതീയ വിദ്യാഭവൻ്റെ മേഖലയിൽ നിന്ന് ആരംഭിച്ച് ഇതുവഴി കറങ്ങി തിരിച്ച് നേരെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ആ ടെറസിൽ കാണുന്ന ഓടുകൾ, ടെറസിൻ്റെ മീതെ വെച്ച ഫാൻസി ഓടുകൾ പൂർണ്ണമായും ആയിരക്കണക്കിന് ഓടുകൾ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ഈ വീടിൻ്റെ മുകളിലുള്ള ഷീറ്റാണ് ഇങ്ങോട്ട് നേരെ താഴ്ത്ത പതിച്ചത്. ഒരു സ്കൂൾ വണ്ടി യഥാർത്ഥത്തിൽ ഇതിൻ്റെ തൊട്ട് മുമ്പാകെ ഇതിൽ പാസ് ചെയ്തു. അതിൽ അപകടം ഉണ്ടാവാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് മുതൽ എല്ലാവിധ സംവിധാനങ്ങളെ ഒരുക്കിയാണ് വളരെ പെട്ടെന്ന് ഇത് കൊണ്ടുവരുന്നത്. ഏതാണ്ട് 50-ലേറെ ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായി തുടങ്ങി. ഇതൊക്കെ എവിടെ നിന്ന് പറന്നു വന്നാൽ ശരിക്കും ഇതിപ്പോൾ ഈ കാണുന്ന ഇവിടെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന രമണേട്ടൻ്റെ വീടിൻ്റെ മുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷീറ്റാണ്. അത് പൂർണ്ണമായിട്ട് ഇത്ര ദൂരത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റുകളെല്ലാം, ഈ മേഖലയിലുള്ള ഷീറ്റുകളെല്ലാം അതിവേഗം പുറത്തേക്ക് പോയിരിക്കുകയാണ്. നേരെ നമ്മൾ അവിടെ കാണുന്ന വീടിൻ്റെ ചുറ്റുമുള്ള മുകളിലുള്ള ഓടുകൾ പൂർണ്ണമായി പറന്നുപോയി. ഈ വഴിയിലാണ്, ഈ ചാനലിലൂടെയാണ് ഈ കാറ്റ് പോയിട്ടുള്ളതെന്ന് കരുതണം. കാരണം ഇതിൻ്റെ അപ്പുറത്തെ ഡയറക്ഷനിലുള്ള സാമൂഹ്യാരോഗ്യ കേന്ദ്രം വരെ 2 സൈഡിലുള്ള മരങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള നഷ്ടപരിഹാരം. വലിയൊരു ദുരന്തം ഉണ്ടാവട്ടെ. ഇവിടെയും പൂച്ചട്ടിയിലും ഇത് തന്നെയാണ് സ്ഥിതി. പൂച്ചട്ടിയിൽ നിന്ന് കടന്നു വന്ന കാറ്റാണിത്. പൂച്ചട്ടിയിൽ സ്കൂളുകളിലെ കുട്ടികൾ പൂർണ്ണമായിട്ട് കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്കൂൾ ബസ് കണ്ടല്ലോ, ആകെ തകർന്നു പോയി. കുട്ടികൾ സ്കൂളിലേക്ക് കയറുന്ന സമയമല്ലായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപകടം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായേനെ. ഇത് ഈ വഴിയും അതുപോലെ തന്നെ സ്ഥിതി. വാഹനങ്ങൾ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇത് BMBC ആയതുകൊണ്ടും മൂർക്കനിക്കര വഴി ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ടും എല്ലാ വാഹനങ്ങളും പോകുന്ന ഇപ്പോൾ ഈ വഴിയിലാണ്. ഒരു സ്കൂൾ ബസ് ഇത് തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് ഒരു മിനി സ്കൂൾ ബസ് ഇതിലെ കടന്നേ ഉള്ളൂ. അപ്പോൾ അതിഭീകരമായൊരു അപകടമാണ്. ഒരു പക്ഷേ കുറേ ഭാഗ്യം കൊണ്ടും പിന്നെ ഈ ഇടപെടൽ കൊണ്ടും ഒക്കെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാ വിഭാഗം ആളുകളുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് വളരെ വേഗം മറികടക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള പണം മാത്രം പോരാ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗപ്പെടുത്തിയാലേ നമുക്കിതൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യും.